ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റേതായ വേർഷനിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഉള്ളൊരു ചിക്കൻ ആയിരുന്നു. അത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം 1 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് ഞാൻ 10 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ ബിരിയാണി കട്ടെന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ 10-12 പീസുകളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 1-2 എക്സ്ട്രാ ലെഗ് പീസും കൂടെ വെച്ചിട്ട് ഇതൊരു 10 പീസാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 എണ്ണമാണ്. ഒരു 15 അല്ലി വെളുത്തുള്ളി, മീഡിയം വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നമ്മളിത് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്തിരിക്കുന്ന മിക്സിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരല്പം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പിന്നീട് മസാല തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാനാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഹോം മെയ്ഡ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി മസാല കടകളിൽ മേടിക്കാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് ഇല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാല ചേർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഈ തൈര് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. നല്ല പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പുകച്ചിലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് തിരുമുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൗസ് ഉപയോഗിക്കുന്നില്ല. ഞാനിത് സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കത് കുഴപ്പമില്ല. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഇത് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതൊരു റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ കാഷ്യൂ നട്ട്സ്, കിസ്മിസൊക്കെ ഒന്ന് നെയ്യിൽ മുരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ നെയ്യിൽ തന്നെയാണ് ഇത് മുരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. നമ്മുടെ നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊരല്പം കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒക്കെ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ അല്പം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. സവാള നമുക്ക് കുറേശ്ശെയായിട്ട് 2-3 ട്രിപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടുക. ഈ സവാള എണ്ണയിൽ മൂപ്പിക്കുന്ന ഈ ഒരു സമയത്ത് നെയ്യ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ലാണ്. വീട് മുഴുവൻ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സവാള ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരല്പസമയം കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോരി എടുത്ത് കഴിയുമ്പോൾ ഒരു മൂപ്പുണ്ട് പുറത്തിരുന്ന് തന്നെ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ കുറച്ച് ലൈറ്റ് കളറിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇരിക്കുമ്പോൾ സവാള കുറച്ചുകൂടി നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ സവാളയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
കടായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഒരുവിധം ചെറുതായിട്ടൊന്ന് വാടി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണിയുടെ എരിവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പച്ചമുളകിനാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഓരോരുത്തർക്കും ചേർക്കാവുന്നതാണ്. ഒരുപാട് സ്പൈസി വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാം. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴറ്റിയെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സവാള സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ ഒരു പരുവത്തിനാണ് റെഡിയാക്കാറ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത 2 തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മസാല ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് മെയിനായിട്ടും ചേർക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസസ് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നല്ല ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ലപോലെ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർക്കണം. നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്കൊരു കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം നമുക്കിത് വേവിച്ചെടുക്കണം. ഈ ഒരു ബിരിയാണി നമ്മളിന്ന് ഫ്രൈ ചെയ്യാതെയാണ് ദം ചെയ്തെടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ കളർ ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എങ്കിൽ ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. സാധാരണ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. അല്ലാതെ തന്നെ നല്ല സ്പൈസിയാണ്. പക്ഷേ ചില ആളുകൾക്ക് കുറച്ച് കളറ് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത സമയത്ത് തൈര് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് തൈരും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒരല്പം ഗ്രേവി ഉണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണം. ചിക്കൻ ഏകദേശം ഒരു 95% നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാളയിൽ നിന്നും ഒരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടി അങ്ങ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഉള്ളി പൊരിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറ് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല മാറ്റി വയ്ക്കാം. നമുക്ക് ചോറ് വേവിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരല്പം വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു 3 പീസ് കറുവാപ്പട്ട, ഒരു ബേ ലീഫ്, ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ
ഒരു 5-6 ഗ്രാമ്പൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാതിപത്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. അതുപോലെ തക്കോലം എൻ്റെ കയ്യിലില്ല. ഇത്രയും സ്പൈസസാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സ്പൈസസ് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെള്ളം വാർന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വയനാടൻ കൈമ റൈസാണ്. കൈമ റൈസ് എന്ന് പറയുന്നത് ചെറിയ അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നീളമുള്ള ബസ്മതി റൈസ് ഉപയോഗിച്ചും ഇത് ചെയ്യാം. ബസ്മതി റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റോളം നിങ്ങൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു നെയ്യിൽ കിടന്ന് നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഞാനിവിടെ നെയ്യിൽ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്ത് ഒരു 1/4 വേവ് ആവുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളിതിലേക്ക് കുറച്ചധികം തന്നെ തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമാണ് ചോറിലേക്ക് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി മാത്രം പൈനാപ്പിൾ എസൻസും ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോറ് 1/4 വേവ് ആകുമ്പോഴേക്കും ഊറ്റിയെടുക്കാം. ചോറ് ഇവിടെ വേവിച്ച് ഞാൻ വെള്ളം വാർന്നു പോകാനായിട്ട് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ദമ്മിടാനായിട്ട് റെഡിയാക്കാം. ബിരിയാണി ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവിയും മസാലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാലയും ഗ്രേവിയും ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. 1 കിലോ ചിക്കന് നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഒറ്റ ലെയറായിട്ട് തന്നെ ദമ്മിടാനുള്ളതേ ഉള്ളൂ. വേവിച്ച് ഊറ്റുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഇട്ടിരുന്ന ഹോൾ സ്പൈസസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് പെട്ടിട്ടുണ്ടാകാം. ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം ബിരിയാണി കഴിക്കുമ്പോൾ അത് വായിൽ കടിക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഒട്ടും രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് മാറ്റി. നമ്മൾ പകുതി ചോറ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരല്പം പാലിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ ബിരിയാണിക്ക് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം സാഫ്രോൺ ചേർക്കാം. നേരത്തെ നമ്മൾ മൊരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും അതുപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ഒരല്പം പുതിനയിലയും മല്ലിയിലയും വളരെ നൈസായിട്ട് അരിഞ്ഞതും ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചോറ് മുഴുവൻ ഇതിലേക്ക് ഇട്ടു. ബാക്കിയുള്ള ഉള്ളിയൊക്കെ നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഹോം മെയ്ഡ് ഗരം മസാല ഒരു നുള്ളു മാത്രം നമുക്ക് ലാസ്റ്റ് ഇതിലേക്കൊന്ന് തൂവി കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ദം ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു വാഴയില വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യാം. നമ്മൾ വാഴയില വെച്ചിട്ട് കവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വാഴയിലയൊന്നും കിട്ടാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ വെച്ചാലും മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കാം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാം. ഞാനിവിടെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ഇടികല്ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദമ്മിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ ഒരു പരന്ന പഴയ പാത്രം വെക്കുന്നുണ്ട്. അത് വെച്ച് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. അതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി ദം തുറക്കുമ്പോൾ കാണിക്കാം.
പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ വിറകടുപ്പുകളിലൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാകം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കനലുണ്ടെങ്കിൽ ഒരല്പം കനൽ ഇതിൻ്റെ മുകളിൽ കോരിയിടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കാനായിട്ട് പറ്റും. എന്നാൽ ഇന്ന് മിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ സാധാരണ ഗ്യാസിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കനൽ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ദമ്മ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കതാ ആവി വെള്ളമുണ്ട്, അത് വീഴാതെ പയ്യെ നമുക്ക് വാഴയില അങ്ങ് മാറ്റാം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഒന്ന് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ടാണ് മസാലയൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് മസാല ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. എങ്കിലാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടുകയുള്ളൂ. റൈസും ചോറും കൂടെ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കടായിലേക്ക് മാറ്റി. അതിൻ്റെ കൂടെ ഞാനൊരു പുഴുങ്ങിയ മുട്ട കൂടി വെക്കാറുണ്ട്. എനിക്ക് എപ്പോഴും ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി തയ്യാറാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.